ഇനി സുബൈക്ക് പള്ളി പോയാലേ സമയം നേരം സന്ദർഭം ഉണ്ടെങ്കിൽ കുറച്ചു നേരം അവിടെ കുത്തിരുന്നിട്ടേ ഷുറൂക്ക് നിസ്കരിച്ചോളൂ. എനിക്കറിയാം കുറേ ആളുകൾ അത് കൃത്യമായി നിർവഹിക്കുന്ന ആളുകളുണ്ട്, ഒട്ടനവധി ആളുകളുണ്ട്. നമ്മൾ ഹജ്ജിനും ഉംറക്കും പോകുമ്പോൾ ഞാൻ എൻ്റെ ഹാജിമാരോട് കൃത്യമായിട്ട് ദായിമാക്കാൻ വേണ്ടി പറയാറുണ്ട്. ഒരാൾ സുബഹി ജമാഅത്തിന് പോയാലേ അത് കൃത്യമായി മുന്നോട്ട് കൊണ്ടുപോകുന്ന ആളുകൾ എനിക്കറിയാം. നീ ഇരിക്കണം, നിങ്ങളും ശ്രദ്ധിച്ചോളും. സുബഹി ജമാഅത്തിന് പള്ളിയിൽ പോകുന്നവന് കിട്ടുന്ന വലിയൊരു ഭാഗ്യമാണ്. മൻ സല്ല സുബഹി ജമാ. സുബഹി ജമാഅത്തിന് പള്ളിയിൽ പോയാല് നിസ്കാരം കഴിഞ്ഞ് അവിടെ ക്ലാസ്സിന്റെ നസീഹത്തും കേട്ട് ആ പ്രഭാതത്തിലെ ദിക്റുകളൊക്കെ ചൊല്ലി എല്ലാം ചൊല്ലി പറഞ്ഞ ശേഷം കുറച്ചു നേരം അവിടെ ഇരിക്കും. എന്നിട്ട് എന്ത് ചെയ്യുക? 2 റക്അത്ത് സുന്നസ്കരിക്കുക. ആത്താത്തത്തുൽ സൂര്യൻ ഉദിക്കുന്നവരെ ഒരു 10-45 മിനിറ്റ് പള്ളിയിൽ ചെലവഴിക്കുക. എന്നിട്ട് സൂര്യൻ ഉദിക്കുന്നത് വരെ ആ പള്ളിയിൽ കഴിച്ചുകൂട്ടി നാട്ടുവർത്താനം പറയലല്ല, മറ്റുള്ള വിഷയങ്ങൾ സംസാരിക്കൽ, റബ്ബിനോടുള്ള അറ്റാച്ച്മെന്റ്, റബ്ബിനോടുള്ള ഇടപെടലുകൾ ഇങ്ങനെ കഴിച്ചുകൂട്ടിയാലും. എന്നിട്ട് അത്താത്തത്തുൽ സൂര്യൻ ഉദിച്ചിട്ട് ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞിട്ട് 2 റക്അത്ത് സുന്നസ്കരിച്ച റസൂൽ പറയാണ് പൂർണ്ണമായി ഹജ്ജ് ഉംറയും ചെയ്ത കൂലിയാണെന്ന്. വേണമെങ്കിൽ ചെയ്തോളി. പൂർണ്ണമായ ആരുടെ വാക്ക? ഹബീബായ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ. ഇതിന്റെയൊക്കെ വിലയപ്പളി അറിയുള്ളൂന്നോ സുഹൃത്തെ? കെട്ടിപ്പൊതിഞ്ഞ് കബറിലേക്ക് എന്നെ ഇങ്ങനെ കൊണ്ടുപോകുമ്പോഴേ അറിയുള്ളൂ.